ഹായ് എവരിവൺ. ന്യൂഫൈ അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആറാമത്തെ സെഷനാണ്. കഴിഞ്ഞ സെഷനുകളിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ട്രേഡിങ്ങിനെ പറ്റി പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഫോറക്സിന്റെ ബേസിക്സ് എന്താണ്, ഫോറക്സ് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കറൻസി പെയറിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഫോറക്സ് ട്രേഡിംഗ് അവേഴ്സിനെ പറ്റി, അതായത് ഫോറക്സ് സെഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാൻഡിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ ചാർട്ട് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയും നമ്മൾ ലാസ്റ്റത്തെ ഒന്ന് രണ്ട് സെഷൻസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മീൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം, ട്രേഡിംഗ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ വരുമ്പോഴാണ് ആക്ച്വലി ട്രേഡിംഗ് പൂർണ്ണമാവുന്നത്. എക്സിക്യൂഷൻ കൂടി, ട്രേഡ്സ് എടുക്കുമ്പോഴാണ് ട്രേഡിംഗ് പൂർണ്ണമാവുക. നമ്മൾ വെറുതെ ചാർട്ട് അനലൈസ് ചെയ്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിനെ കൊണ്ടോ ട്രേഡിംഗ് പൂർണ്ണമാവുന്നില്ല. ചാർട്ടിൽ അനലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ബയ്യോ സെല്ലോ ചെയ്യുമ്പോഴാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പൂർണ്ണമാകുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ട്രേഡ്സ് പ്ലേസ് ചെയ്യാനുള്ള, ട്രേഡുകൾ എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ചാർട്ടുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ചാർട്ട്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് MT5, മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു വെബിനാർ അറ്റൻഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ്, ഈ ഒരു ബാച്ചിലെ സ്റ്റുഡൻസ് കൂടുതൽ ആൾക്കാരും മൊബൈലായിരിക്കും ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ ആൾക്കാരുടെ അടുത്തും ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിൽ എങ്ങനെ MT5 യൂസ് ചെയ്യാം, മൊബൈലിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകും. സോ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ജസ്റ്റ് ഞാൻ സ്ക്രീൻ, മൊബൈൽ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോറിൽ കയറിയിട്ട്, ആൻഡ്രോയിഡ് ഫോണോ ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മെറ്റാ ട്രേഡർ 5 എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ കാണാം, ഈ ആപ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് സെയിം മെറ്റാ ട്രേഡർ 5 സെർച്ച് ചെയ്യാം. ഇനി ഇൻ കേസ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്പ് കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യുക. അതായത് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ബ്രൗസർ ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സെക്കൻഡ്, ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെർച്ചിൽ MT5 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു സെർച്ച് റിസൾട്ട് കാണാം. അപ്പൊ അതിൽ ഫസ്റ്റത്തെ മെറ്റാ ട്രേഡർ 5 www.metatrader5.com ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ആവാം. ഫസ്റ്റ് സെർച്ച് റിസൾട്ട് ഫസ്റ്റ് അതാണ് വരിക. അപ്പൊ അതിൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ആവാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. ഡൗൺലോഡ് മെറ്റാ ട്രേഡർ 5, അതിന് കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ, അല്ലെങ്കിൽ ഹുവായിന്റെ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് ഗാലറിയിൽ കിട്ടും, ഒക്കെ ഇവിടെ കാണാം. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ നോക്കിയ സമയത്ത് നമുക്ക് ആ ആപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം മെറ്റാ ട്രേഡർ 5 APK. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർ മാത്രമാണ് ഇത് ഈ ഒരു രീതിയിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഈ ആപ്പ് അവൈലബിൾ ആണ്. അപ്പൊ ഈ മെറ്റാ ട്രേഡർ 5 എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു APK ഫയൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് അതൊന്ന് ആ ഡൗൺലോഡ് ഫയലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിൽ അത് ഇൻസ്റ്റാൾ ആവും, ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് ആ മെറ്റാ ട്രേഡർ 5 എന്നുള്ള ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിക്കുക ആദ്യം. അപ്പൊ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കുക. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് ആക്സെപ്റ്റ് കൊടുക്കുക. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണിക്കുക ഓപ്പൺ എ ഡെമോ അക്കൗണ്ട്. നമ്മൾ ട്രേഡ് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുന്നത് വരെ ഡെമോ അക്കൗണ്ട്സിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറെ ഫീൽഡ്സ് കാണാൻ പറ്റും. അത് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പേരൊന്ന് കൊടുത്ത് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മീൻസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, ഇവിടെ 10 ഫോൺ നമ്പർ കൊടുക്കുക.
കൺട്രി കോഡും കൂടി കൊടുക്കണം. ഓക്കെ, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി, അതുപോലെ ഇമെയിൽ ഐ ഡിയും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഡമ്മി ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക. അതിന് ശേഷം ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. ഇതിൽ നിങ്ങൾ ഒന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ യൂസ് ഹെഡ്ജിൻ ട്രേഡിംഗ് അത് ടിക്കറ്റ് ആണ്, ഡിഫോൾട്ട് ആയിട്ട് ടിക്കറ്റ് ആണ് ഉണ്ടാവുക. അത് അതുപോലെ വെക്കുക. പിന്നെ സെർവർ ഇവിടെ കാണിക്കുന്നുണ്ട്, അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട. അക്കൗണ്ട് ടൈപ്പ് ഫോറക്സ് ഹെഡ്ജഡ് USD, അതും ചേഞ്ച് ചെയ്യേണ്ട. ലിവറേജ് 1:100. ലിവറേജ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സെഷനിലെങ്ങാനും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിവറേജ് ഇവിടെ കാണും, അതും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. പിന്നെ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് കാണും. ഡെപ്പോസിറ്റ് എമൗണ്ട് വെച്ചിട്ട് ഡെമോ എമൗണ്ട് ആണ്, മീൻസ് വിർച്വൽ മണിയാണ്. നമ്മൾ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന ഡെമോ എമൗണ്ട് ആണ്. പിന്നെ ഇവിടെ കാണിക്കും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 മുതൽ കാണാം. അപ്പോൾ നിങ്ങളൊരു 10,000 ഒരു 10,000 USD എന്നുള്ളത് സെലക്ട് ചെയ്യുക. 10,000 USD ഡെപ്പോസിറ്റ് എമൗണ്ട് 10,000 USD സെലക്ട് ചെയ്യുക. പിന്നെ എഗ്രിമെന്റ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലോഗിൻ ഐ ഡി, നിങ്ങൾ കൊടുത്ത പേര്, അതുപോലെ തന്നെ ഈ അക്കൗണ്ടിന്റെ ലോഗിൻ ഐ ഡി, പാസ്വേഡ്, അതുപോലെ ഇൻവെസ്റ്റർ പാസ്വേഡ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇത് ജസ്റ്റ് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഇപ്പൊ പിന്നെ മെറ്റാട്രിഡർ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഓപ്പൺ ആയി. അതിന്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത $10,000 US ബാലൻസ് അക്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ കോഡ്സ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, അതുപോലെ ഇത് നമ്മുടെ ട്രേഡിംഗ് ബാലൻസ് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ ഹിസ്റ്ററി, മെസ്സേജസ്. അപ്പൊ നമുക്ക് ഇതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോഡ്സിലോട്ട് പോവുക. ഇവിടെ കാണുന്ന കോഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ട കുറെ കറൻസി പേരുകളുടെ പേരും അതിന്റെ പ്രൈസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യൂറോ USD, GBP USD തുടങ്ങിയ കുറെ കറൻസി പേര്. അതുപോലെ തന്നെ നമ്മൾ അന്ന് കറൻസി പേരുകളെ പറ്റി പറയുമ്പോൾ 3 കാറ്റഗറിയിലാണ് കറൻസി പേരുകൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മേജർ പേയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ മേജർ പേയേഴ്സ്, ക്രോസ് പേയേഴ്സ്, അതുപോലെ എക്സോട്ടിക് പേയേഴ്സ്. അപ്പൊ എക്സോട്ടിക് പേയേഴ്സ് USD, പിന്നെ RUB തുടങ്ങിയ കുറെ കറൻസി പേരുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് എല്ലാ കറൻസി പേരിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മേജർ കറൻസി പേരുകളിൽ മാത്രമേ ട്രേഡ്സ് തുടക്കത്തിൽ നോക്കുന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ജസ്റ്റ് നമുക്കൊന്ന് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് കുറെ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഒന്ന് ആവശ്യമില്ലാത്ത കറൻസി പേരുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതിന് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ഓളിന്റെ ഒരു ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാർക്കാവും. യൂറോ USD ഒഴികെ ബാക്കി എല്ലാം മാർക്കാവും. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കറൻസി പേരുകളും പോയി. യൂറോ USD അല്ലെങ്കിൽ ഇതിലുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് GBP USD ആഡ് ചെയ്ത് കൊടുക്കാം. GBP USD ആഡ് ചെയ്യാം. സെർച്ച് ചെയ്തതിനു ശേഷം ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ആഡ് ആവും. അതുപോലെ USD JPY അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ XAU USD, ഇതാണ് ഗോൾഡിന്റെ സിമ്പിൾ നെയിം വരും, XAU USD. അത് ബ്രോക്കർ ടു ബ്രോക്കർ അത് ചേഞ്ച് ആവും, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ കോമൺ ആയിട്ട് XAU USD എന്നാണ് വരിക. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, അതും ആഡ് കൊടുക്കുക. ഇനി ബാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പോ സെലക്ട് ചെയ്ത 4 കറൻസി പ്ലസ് ഈ ഗോൾഡിന്റെ കോഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് ചാർട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് നമുക്കിപ്പോ ഗോൾഡിന്റെ ചാർട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ചാർട്ട് കൊടുക്കുക. ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ചാർട്ട് ഓപ്പൺ ആയി വന്നു. നമ്മൾ ഇതിനു മുന്നേ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ട്രേഡിംഗ് വ്യൂവിലാണ്. ഇവിടെ നമുക്കിപ്പോ മെറ്റാട്രെഡിൽ തന്നെ ചാർട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. നോർമലി ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കാറുണ്ട് ചാർട്ടിൽ. ഇവിടെ നിങ്ങളൊരു ഗ്രിഡ് ലൈൻസ് കാണാം, ഗ്രേ കളർ. ഇനി അല്ലെങ്കിൽ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് മാറ്റണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ചാർട്ടിന്റെ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ റൗണ്ടിൽ കുറെ ഓപ്ഷൻസ് വരും. അതിൽ ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സിലോട്ട് പോകാൻ പറ്റും. ചാർട്ടിന്റെ സെറ്റിംഗ്സിലോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. കളേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ചേഞ്ച് വരുത്തേണ്ടത് അത് ചേഞ്ച് വരുത്താം. ഞാനിപ്പോ എനിക്കൊരു ഗ്രിഡിന്റെ കളർ ഒന്ന് മാറ്റണം. അപ്പൊ ഞാൻ പ്യൂർ വൈറ്റ് ആയിട്ട് തന്നെ വെക്കുന്നു. ഓക്കെ കൊടുത്തു, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്യൂർ വൈറ്റ് ആയി ബാക്ക്ഗ്രൗണ്ട്.
ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഡാർക്ക് മോഡിലൊക്കെ വേണമെങ്കിൽ ആ രീതിയിലൊക്കെ മാറ്റം വരുത്താം. പറ്റുമെങ്കിൽ ഈ ഒരു കളർ തന്നെ ഗ്രീൻ, ക്യാൻഡിൽസിന്റെ കളർ ഗ്രീനും റെഡും തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ തുടക്കത്തിൽ. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബൈ ആണോ സെല്ലാണോ നടക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ എപ്പോഴും പണ്ട് മുതലേ ഉള്ളതാണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ പോലെ, ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് സിഗ്നൽ. അത് തന്നെയാണ് ഇവിടെ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ബൈ, റെഡ് എന്ന് പറയുമ്പോൾ സെൽ. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കുറെ ഓപ്ഷൻസ് കാണാം. ഓപ്ഷൻസിൽ പിന്നെ ഒന്ന് ഈ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈ മെയിൻ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ട്രേഡിങ്ങിന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ നിലവിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം M5 എന്ന് കാണാം. M5 എന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടൈം ഫ്രെയിം. M5 എന്ന് പറയുന്നത് ടൈം ഫ്രെയിംസ് ആണ്. M1, M5, M15 തുടങ്ങി H1 എന്ന് പറയുന്നത് ഹവർ 1 അവർ, അതുപോലെ 4 അവർ, ഡേ 1, 1 ഡേ ചാർട്ട്, വീക്ക് 1 ചാർട്ട്, അങ്ങനെ ഇത്തരത്തിൽ ടൈം ഫ്രെയിംസ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിംസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ അല്ലെങ്കിൽ നേരത്തെ ക്ലിക്ക് ചെയ്തതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ടൈം ഫ്രെയിമുകൾ കാണാൻ പറ്റും. M1, M5. ഇപ്പൊ നിലവിൽ M5ലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ കളർ കുറച്ച് ഡിം ആയതുപോലെ. ഇനി വേണമെങ്കിൽ അത് M15ലേക്ക് മാറ്റാം. അന്നേരം ഇവിടെ M15 എന്ന് പറയും. നമുക്ക് ടൈം ഫ്രെയിംസ് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്ന ചാർട്ടിൽ നമുക്ക് പിന്നെ കാണുന്ന സാധാരണ നമ്മളൊന്ന് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിൽ പ്രൈസ് കാണുന്നുണ്ട്. അതുപോലെ താഴെ സമയം കാണുന്നുണ്ട്. ചാർട്ടിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലതുഭാഗത്ത് പ്രൈസും താഴ്ഭാഗത്ത് ടൈമും. അത് രണ്ടും ഇവിടെ കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ രണ്ട് ഇത് കാര്യങ്ങൾ പഠിച്ചു. കോഡ്സ് എന്താണെന്നുള്ളത് നോക്കി, കോഡ്സ് എന്തൊക്കെയാ വരുന്നുള്ളത് നമ്മൾ നോക്കി, ചാർട്ട് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാ കാണുന്നുള്ളത് നോക്കി. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ നെക്സ്റ്റ് ചാർട്ടിലേക്ക് പോകണമെങ്കിൽ വീണ്ടും കോഡ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു XAUUSD എന്ന് കാണില്ലേ, ഇവിടെ ഒരു ആരോ മാർക്കാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഡ്സിൽ ആഡ് ചെയ്ത് വെച്ച ചാർട്ട്സ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. EURUSD, GBPUSD, USD/JPY, XAUSD. എനിക്ക് നിങ്ങൾക്ക് GBPUSD പോകണമെങ്കിൽ GBPUSD ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, അതിലോട്ട് പോയി. ഇനി വീണ്ടും XAUSD പോകണമെങ്കിൽ XAUSD സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി അടുത്ത ഒരു സെക്ഷനാണ് ട്രേഡിങ്ങിന്റെ ബാലൻസ് കാണിക്കുന്നത്. അത് ഈ ഒരു രീതിയിലാണ് കാണുക. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഫോൺ ചേഞ്ച് ആവുന്നതനുസരിച്ച് ഓപ്ഷൻസിൽ ചെറിയ ചെറിയ ഇന്റർഫേസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ഐഫോണിലും ആണെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ ഇന്റർഫേസ് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ആണ്. നമ്മൾ ഡെമോ അക്കൗണ്ടിൽ ബാലൻസ് ആഡ് ചെയ്തത് $10,000 ആണ്. ഇക്വിറ്റി 10,000 ഉണ്ട്, ഫ്രീ മാർജിൻ 10,000. ഓക്കെ. ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ആഡ് ആയതിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ ട്രേഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഹിസ്റ്ററിയിൽ കാണിക്കും, പൊസിഷൻസിന്റെ ഇവിടെ ഹിസ്റ്ററിയിൽ കാണിക്കും. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് പിന്നെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം അതുകൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഏതൊക്കെ തരത്തിലുള്ള ഓർഡേഴ്സ് ആണ് നിലവിലുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. മെയിൻ ആയിട്ട് നമുക്ക് 6 ടൈപ്പിലാണ് ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓർഡറുകൾ എന്ന് പറയുന്നത് ബൈയും സെല്ലും നമുക്ക് 6 തരത്തിൽ പ്ലേസ് ചെയ്യാം. ബൈ 3 തരത്തില്, സെല്ല് 3 തരത്തിൽ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 കാറ്റഗറി ആയിട്ടാണ് പറയാം. ഒന്ന് മാർക്കറ്റ് ഓർഡേഴ്സും മറ്റൊന്ന് പെൻഡിങ് ഓർഡേഴ്സും. അപ്പൊ മാർക്കറ്റ് ഓർഡർ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഇതിൽ ചാർട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ താഴെ പ്രൈസിന്റെ താഴെ ഒരു 3 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ചാർട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പോൾ